കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ എനിക്ക് രേണുസുതിയുടെ ഇൻ്റർവ്യൂ വീഡിയോസ് കുറേ അധികം പേര് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചാനലിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ അധികമൊന്നും ഞാൻ ചെയ്യില്ല. ഓക്കെ, മൂവി വേൾഡ് മീഡിയയിൽ ഒരു 3 ഇൻ്റർവ്യൂ വീഡിയോസ് ഞാൻ കണ്ടു. ഞാനതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഞാനങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, കിച്ചു അതർ സൈഡ് മച്ചാന് ഒരു പോഡ്കാസ്റ്റിൽ പോയി ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് നല്ല രസമുണ്ടായിരുന്നു. മച്ചാൻ്റെ പോഡ്കാസ്റ്റിൽ കിച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കിച്ചുവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇവിടെ താല്പര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ആ വിഷയത്തിലാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. രേണു റിലേറ്റഡ് ആയിട്ട് 1-2 കാര്യങ്ങൾ അതത്രയും എനിക്ക് പറയണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം പറയുന്നൊരു പോർഷൻ മാത്രമേ വെക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മച്ചാൻ ബ്ലോഗിലെ കിച്ചുവിൻ്റെ പോഡ്കാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിലെന്തൊക്കെയാണ് കിച്ചു പറഞ്ഞതെന്നുള്ളത്. എൻ്റെ പേര് കിച്ചു, 21 വയസ്സ്. ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലല്ല, ഇപ്പം പെട്ടെന്ന് അറിയപ്പെടണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ കൊല്ലം സുധിയുടെ മകനാണ്. ഇപ്പം ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ടീഷർട്ട് ബ്രാൻഡ് അതാണ് ഞാൻ എന്തോ ഒരു സാധനം പറയാനായിട്ട് ഇങ്ങനെ വെച്ചായിരുന്നു. എവിടെയും ഈ സുധി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ഭയങ്കര സ്ട്രെസ് ചെയ്ത് സുധീൻ്റെ മകനാ, സുധീൻ്റെ ആളാ, സുധീൻ്റെ ആണ്, കിച്ചു സുധിയാണ്, അങ്ങനെയൊന്നും കിച്ചു പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് തന്നെയാണ് ആ ചെക്കൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. അവനെപ്പോഴും അവൻ്റെ പേര്, അവൻ്റെ ഐഡൻറ്റിറ്റി, അവൻ്റെ ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്യാനുള്ള ഒരു പോക്ക് പോലെ. ഓക്കെ, കിച്ചു തന്നെ പറയാലോ, അല്ലെങ്കിൽ രാഹുൽ ദാസ് എന്ന് പറയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ പേരിൽ അറിയപ്പെടുന്നത് അത്ര മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. ഏതൊരു മക്കളും പ്രൗഡാവുക തന്നെ ചെയ്യും. അങ്ങനെ അറിയപ്പെടുന്നതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊക്കെ ഉള്ളപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും പോയി നോക്കിയാൽ മതി, അവനവൻ്റെ പേരിട്ടിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും അതൊരു നല്ല കാര്യമാണ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. കിച്ചുവിൻ്റെ ഒരു മേജർ പോസിറ്റീവും ഞാൻ അവിടെയാണ് കണ്ടിട്ടുള്ളത്. അതായത് സുധി എന്ന് പറഞ്ഞൊരു പേരിൽ ക്യാഷ് ഇൻ ചെയ്യാതെ അവനവൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സ്ട്രഗിളുമായിട്ട് പോകുന്നു. അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സമയം അച്ഛൻ ഉണ്ടായിരുന്ന ടൈമിൽ മോന്റെ ആഗ്രഹം എന്തായിരുന്നു? എന്താവണം? ഒരു ആഗ്രഹവും ഇല്ല. കാരണം വേണ്ടല്ല, എനിക്ക് അപ്പാപ്പ കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു ആഗ്രഹം, ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടറായിട്ട് ഒരാളുണ്ട്. ഒന്നിനും പേടിക്കേണ്ട ഒരു കാര്യത്തിനും ആ ഒരു ഇതുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു കംഫർട്ട് സോൺ വിട്ടതിന് ശേഷമാണ് സത്യത്തില് കിച്ചുവായി മാറിയത് അല്ലേ? ഇതുവരെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരുന്നു, ഒന്നും ചിന്തിക്കാതെ, അതിന്റെ അപ്പുറം എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ. ഇതൊരു ഹാർഡ് സിറ്റുവേഷനാണ്. കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞാലും ഇനി ഇതേപോലെ സഫർ ചെയ്യുന്ന ഈ ഒരു കുട്ടികളുടെ കാര്യം പറഞ്ഞാലും നമ്മൾ അച്ഛനമ്മമാരുള്ളപ്പോൾ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരാൾ മാറിയാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. കിച്ചുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അമ്മ ആദ്യമേ പോയി. ആൻഡ് ഏറെക്കുറെ ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിൽ, ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിൽ അച്ഛൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു സമയം എത്തുന്നോ ആ സമയത്ത് അച്ഛനില്ലാതായി. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഏത് സാഹചര്യത്തിലേക്കും ഒരു ആൺകുട്ടിയുടെ ജീവിതം മാറാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ അത് നല്ലതിലേക്കും പോകാം, ചീത്തയിലേക്കും പോകാം. പക്ഷെ ഒരു അച്ഛനുണ്ടെങ്കിൽ അത് എന്തായാലും നല്ലതിലേക്കേ പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അച്ഛനും പോയി. അതൊരു വല്ലാത്ത ഒരു സ്പേസാണത്. മനസ്സിലായോ? അതിന്ന് ഒരു ലൈഫ് ബിൽഡ് ചെയ്ത് സൊസൈറ്റിയിൽ ഇനിയിപ്പോൾ റോങ് ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്നൊരു തിരിച്ചു വരവ്, ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള തോട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിലിപ്പോൾ എഡ്യൂക്കേഷൻ വരും, അങ്ങനെ പലതും പല രീതിയിലുള്ള സപ്പോർട്ടുകൾ ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ട്രഗിളിങ് ഫേസിൽ ശരിക്കും അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പയ്യൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ സ്ട്രഗിളൊക്കെ നല്ല രീതിയിൽ ഈ ചുന മുഖത്തുണ്ട്. ബട്ട് സ്റ്റിൽ മുന്നോട്ട് പോവുക, ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ല അതിന് മുകളിലേക്ക് നമുക്ക് എന്താ പറയുക, പോയത് പോയി, ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. പഴയ ഓർമ്മകൾ അതിങ്ങനെ ഒരു നൈസ് മെമ്മറി പോലെ മനസ്സിനകത്ത് കിടക്കുന്നല്ലാതെ പോയത് ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പം അതൊരു വല്ലാത്ത സ്പേസാണ് ഈ ചെക്കൻ്റെ. ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട്, ആര് സംസാരിച്ചാലും ഡ്രാഗായിട്ട് വരുന്നത് ലാസ്റ്റ് കിച്ചുവാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ഏത് രീതിയിൽ റിയാക്ട് ചെയ്താലും ഗുഡും വരും ബാഡും വരും. പിന്നെ യങ് ഏജാണ്, മനസ്സിലായോ? ലൈഫിൻ്റെ ഏറ്റവും ഒരു 21 വയസ്സ് 22 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്രയാണ് ലൈഫ് മുന്നോട്ട് കിടക്കുന്നത്.
അപ്പം അവൻ്റെ പാട്ടിന് വിടുക, അത്രേ ഉള്ളൂ. അത് ഇനി ആര് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തേക്ക് അവൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുക. കാരണം അങ്ങോട്ട് പോവാതിരുന്നാൽ പോരെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ചിന്തിക്കേണ്ടത് നമ്മൾ. ഇത് ആരുടെ കാര്യമാണെങ്കിലും ഉണ്ടോ. അപ്പം ഞാൻ പറഞ്ഞത്, അച്ഛനും അമ്മയും ഇല്ല, ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് അവൻ ജീവിച്ചു തുടങ്ങുന്നു, അവനോ അവളോ ജീവിച്ചു തുടങ്ങുന്നു. ശരിക്കും സൊസൈറ്റി തന്നെ പഠിക്കേണ്ട ഒരു പാടാണ് ശരിക്കും, കുട്ടികളുടെ കാര്യത്തിൽ എസ്പെഷ്യലി. കാരണം ഒരു സ്റ്റേജിൽ ശരിക്കും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എത്രയും കൊണ്ട് നടക്കാൻ പറ്റുമോ, നല്ല വാക്ക് പറഞ്ഞ് നടക്കാൻ പറ്റുമോ, അവർ രക്ഷപ്പെടും. അല്ലാതെ നമ്മൾ അവരെ പോയിട്ട് പഴയ എന്താ പറയുക, നിൻ്റെ അച്ഛനും അമ്മയും ഇല്ലല്ലേ, ഓക്കെ, അവരെ കുത്താനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും അവരുടെ മൂഡും മൈൻഡൊക്കെ മാറും. പിന്നെ അവർ തന്നെ ഒരു വല്ലാത്തൊരു വോണറബിൾ സിറ്റുവേഷനിൽ എത്തുമ്പോൾ അവരുടെ ലൈഫ് വേറെ ഏതെങ്കിലും രീതിക്ക് മാറിപ്പോകും. ചിലപ്പോൾ ഒരു വാക്കൊക്കെ ആവും, ഏതെങ്കിലും ഒരാളുടെ ഒരു കുത്തുവാക്കായിരിക്കും ചിലപ്പോൾ അയാളുടെ ഈ കുട്ടികളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ മര്യാദയ്ക്ക് പോകേണ്ട ലൈഫ് നേരെ ഉൾട്ടടിച്ച് യൂട്ടേൺ അടിച്ച് വേറെ എന്തെങ്കിലും വഴി പോകും. ഓക്കെ, ആൻഡ് കിച്ചുവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കിച്ചുവിൻ്റെ സ്ട്രഗിളോ അല്ലെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥയൊക്കെ എന്തായിരിക്കും എന്നുള്ളത് അത് സഫർ ചെയ്തവർക്കേ മനസ്സിലാവും. അതുകൊണ്ട് അവൻ ജീവിക്കട്ടെ, അവൻ്റെ ഇഷ്ടത്തിന് പോട്ടെ. ഇത് ഒരു കൊറോണ ടൈം വന്ന സമയത്ത് ഒരുപാട് കടവായിപ്പോയി അച്ഛന്. കാരണം അന്നൊരു അച്ഛനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി, അതിനകത്ത് വെബ് സീരീസ് തുടങ്ങാന്നുള്ളൊരു പ്ലാനായി. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വീട്ടിൽ വിളിച്ചു വരുത്തി, ക്യാമറ എല്ലാ സെറ്റപ്പും. അപ്പോഴത്തേക്കും ലോക്ക്ഡൌൺ വെച്ച്. അത് അച്ഛന്റെ പൈസയിലാണ്? അതെ, അച്ഛന്റെ യൂട്യൂബ് ചാനൽ അതിനകത്ത് ഇട്ടിട്ട് പോകുന്ന അതിന്റെ റവന്യൂ വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ലോക്ക്ഡൌൺ ആയി. അപ്പോഴത്തേക്ക് ഈ ആർട്ടിസ്റ്റ് ഇതെല്ലാരും അങ്ങ് അവിടെ തന്നെ വീട്ടിൽ തന്നെ. ആണോ? ഇത്ര 1-2 മാസം എല്ലാരും വീട്ടിൽ തന്നെ. എന്റെ പൊന്നെ, അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കണം, ഞങ്ങളുടെ കാര്യം നോക്കണം, ആ സമയത്ത് എനിക്കിതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. ഞാൻ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു ഗെയിമും കളിച്ച് അങ്ങനെ പോകുന്നൊരു ഇത്. ജീവിച്ചിരുന്നപ്പോ ഞാൻ സുധീനെ കുറ്റം പറയുന്നത് ആരും വിചാരിക്കണ്ട. സുധി ജീവിച്ചിരുന്നപ്പോൾ തന്നെ സ്ട്രഗിളിങ് ആണ്. അത് കുറേയൊക്കെ സുധീൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ് ആ ടൈമിലുള്ളത്. ഓക്കെ, വെള്ളമടി, കടം വാങ്ങൽ, പല 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 പ്രശ്നങ്ങളാണ്. പിന്നെ ഇവൻ ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ച് അച്ഛനും അമ്മയും ഉള്ള സമയത്ത് തന്നെ അമ്മ ഒരു വഴിക്ക് പോകുമ്പോൾ ആ അമ്മ പോയതിൻ്റെ കുത്തുവാക്കുകൾ എത്ര ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും ചെവിയിൽ വീഴാതെ പോകുന്നില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ മാമനും മാമിയുമായിട്ട് ഏതെങ്കിലും സദസ്സിൽ ആരെങ്കിലുമൊക്കെ സംസാരിച്ചത് ഈ പയ്യൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു തരം ട്രോമ കാണും. പ്ലസ് ഈ സുധീൻ്റെ അത്ര ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും മകനും ഇഷ്ടമാണ്, അവർ തമ്മിൽ ഭയങ്കര ഹാപ്പി ബോണ്ടാണ്, കാര്യങ്ങളൊക്കെയൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ മദ്യപിച്ച് വരുന്ന ഒരാളുടെ വീടിനകത്ത് എന്തൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഈ പയ്യൻ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടൈമിൽ തന്നെയാണ് ആ വീട്ടിൽ. ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും കിച്ചുവിന് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു സമയത്ത് തന്നെയാണ് അവരുടെ സ്ട്രഗിൾ ഫേസുകൾ വന്നിട്ടുള്ള പലതും. ആ പണ്ടത്തെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടാൽ മതി, അന്ന് കൊല്ലം സുധി ഇട്ടിട്ടുള്ള. അപ്പം അതൊക്കെ അതും കാണുന്നുണ്ട് ഈ പയ്യൻ. ആകെ മൊത്തം ഒരു ഇപ്പോൾ കമ്പയറിങ് ടു മീ, ഞാൻ എൻ്റെ കാര്യം പറയണമെങ്കിൽ ബാക്കിയുള്ളവരത് അറിയില്ല. എൻ്റെ ഒരു ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിച്ചുവിൻ്റെത് ലൈക്ക് ഭയങ്കര റോക്ക് ബോട്ടം അടിച്ചൊരു സാധനമാണ്. അങ്ങനത്തെ ഫേസിൽ നിന്ന് ഇത്രയും സട്ടിലായി, ഇത്രയും സോഫ്റ്റ് സ്പോക്കണായി ആ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ്, അല്ലെങ്കിൽ ആരുടെ ഇടയിൽ ഒരു ഷോ ഓഫിന് വരാതെ, അല്ലെങ്കിൽ എവിടെയും ഒരു അച്ഛൻ്റെ പേര് ഇപ്പോൾ എത്രയോ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് ആ ഒരു പേരിൽ ഇഷ്ടംപോലെ റവന്യൂ ആക്കുന്നുണ്ട്. കിച്ചുവിന് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ അച്ഛൻ്റെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് പോയാൽ തന്നെ അത്യാവശ്യം നല്ല റവന്യൂ കിട്ടും ഇല്ലേ. പല രീതിക്ക് സുധിയുടെ പേര് ഉപയോഗിക്കാം. സ്വന്തം പേരിൻ്റെ ഒപ്പം കിച്ചു സുധി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ട് പോവാം. പുതിയ ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു സുധി ചേർത്ത് വിടാം. അങ്ങനെ മനസ്സിലായി, അതൊരു ബിസിനസ് സെല്ലിങ് പോലെ ആക്കാൻ പറ്റും. പക്ഷെ അതങ്ങനെയല്ല, അതൊരു മോർ ദാൻ ദാറ്റ്, ഇറ്റ്സ് എൻ ഇമോഷൻ. അച്ഛൻ മകൻ ഇമോഷൻ എന്താണെന്നുള്ളത്, അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയുന്നൊരു കുട്ടിയാണ്. അതെവിടെയും ബിസിനസ് ആക്കിയിട്ടില്ല. അതന്നെയാണ് എനിക്ക് ഈ പയ്യനോടുള്ള ഏറ്റവും വലിയൊരു ഇഷ്ടം അതന്നെ കേട്ടോ. ആ ഒരു പോയിന്റാണ് ഇവൻ അത് ആക്കിയിട്ടില്ല. കണ്ണുള്ളപ്പോൾ അതിന്റെ വാല്യൂ അറിയത്തില്ല, അപ്പോ കണ്ണില്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ വാല്യൂ അറിയുന്നതെന്നല്ല. അങ്ങനെ വന്നൊരാളാണ് ഞാൻ. എനിക്ക് അറിയില്ലായിരുന്നു സത്യം. ഒറ്റയടിക്കാണ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പൊ ഈ കണ്ണ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാര് അവരുടെ റിയൽ ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് കപ്പിളായിരിക്കും. അപ്പോൾ അതിനുശേഷം കിച്ചുവിന്റെ ലൈഫിൽ കിച്ചു പഠിച്ചൊരു പാഠം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും?
പാഠം പഠിച്ചെന്തെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്കൊരു ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു കൂട്ടാനെങ്കിലും എൻ്റെ കൂടെ വേണം. അതാണ് എനിക്കിപ്പം മാറ്റിയെടുക്കേണ്ട ഒരു സംഭവം. ഒരു കാര്യം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൊമിനോസിലോ അങ്ങനെയൊക്കെ ജോലിക്ക് പോയി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ വിചാരിച്ചത് എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ. അങ്ങനെ ഒരു തോട്ട് തോന്നി. അപ്പൊ കൂട്ടുകാരെടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇപ്പോഴത്തേക്ക് ആദ്യം യൂട്യൂബ് തുടങ്ങുന്നു പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ട് അത് കൂട്ടുകാരെല്ലാരും കൂടെ ടൈപ്പ് ചെയ്ത് ഒരു പാരഗ്രാഫൊക്കെ എഴുതി അങ്ങനെയൊക്കെ ഇട്ടൊരു പോസ്റ്റാ. അപ്പൊ അതിൽ കൂടെ തന്നെ അത് ഭയങ്കരമായിട്ട് റീച്ച് ആയിരുന്നു. അതിൽ കൂടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കരമായിട്ട് കൂടി. ഞാൻ 9ാം ക്ലാസ് വരെ കൊല്ലത്ത് പഠിച്ചിട്ട് പിന്നെ കോട്ടയത്ത് പോയി, അമ്മയുടെ സ്ഥലത്ത് പോയി. പിന്നെ അവിടെ ആയിരുന്നു 10, +1, +2 അങ്ങനെയൊക്കെ. +1, +2 പോയില്ല. ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടെ എഴുതിയെടുത്ത. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈസി ഗോയിങ് അല്ല, ഒട്ടും ഒരു ഈസി ഗോയിങ് അല്ല കിച്ചുവിൻ്റെ ലൈഫ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും നമ്മുടെ യങ് സ്റ്റേജിൽ അച്ഛനമ്മമാരുള്ള സാഹചര്യത്തിൽ പോലും നമുക്ക് യങ് ഏജിൽ പല രീതിയിലുള്ള ട്രോമാസുകൾ കിട്ടാറുണ്ട്. അത് ആരിൽ നിന്നൊക്കെ നമുക്കത് ട്രോമയാന്ന് വരെ മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾ സ്റ്റക്കായിട്ട് പോയിട്ട് ലേറ്റർ ഓൺ പിന്നെ ഫ്യൂച്ചറിൽ നമ്മളത് റിയലൈസ് ചെയ്ത് റെക്ടിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോവാറുമുണ്ട്. ഈ ഒരു കിച്ചുവിൻ്റെ ഒരു ലൈഫ് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ, അച്ഛനായിട്ടുള്ള സമയം കിട്ടിയതൊക്കെ ഈ പറഞ്ഞ ബിസിയാണ് ഭയങ്കരമായിട്ട്. മനസ്സിലായില്ലേ? ഭയങ്കര ബിസിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിലും കല്യാണം കഴിക്കുക, അത് 1, 2, പിന്നെ ആ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു ആംബിയൻസ് വേറെ ആയിരിക്കും. ഇവനെ സംബന്ധിച്ചിടത്തോളം, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. കിച്ചു എന്നെ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ മാത്രമായിപ്പോയി ജീവിതം എന്നുള്ളത്. പിന്നെ എഗെയിൻ അച്ഛൻ പോകുന്നു. അച്ഛൻ പോയിട്ടും വീണ്ടും കുറേയധികം പ്രശ്നങ്ങൾ ചുറ്റുപാടും. എന്താ പറയുക, എത്ര ഹാപ്പിയാണ്, എത്ര നല്ലതാണ് ജീവിതം എന്ന് പറഞ്ഞാലും, പുറത്തിറങ്ങി 4 ആളെ മുന്നിൽ നിൽക്കുമ്പോഴേ ഏതെങ്കിലും ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ അത് എന്ത് ചിരിയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായി? ഇത് സോഷ്യൽ മീഡിയയിലുള്ളവർ അനുഭവിക്കുന്ന ഒരു മെയിൻ സീനാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ ഈ അടുത്ത് എയർ പോയി, ഞാൻ എൻ്റെ എക്സാമ്പിൾ തന്നെ അഗെയിൻ പറയാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വട്ടം എയർ പോകുമ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കും. മനസ്സിലായോ? നമ്മളിങ്ങനെ പുറത്ത് ആ എയർ പോകുന്ന സമയത്ത്, എസ്പെഷ്യലി പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാ മുഖങ്ങളും കണ്ണുകളും നമ്മളിലേക്കാന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലെങ്കിൽ പോലും നമുക്കത് തോന്നും. ആൻഡ് ലേറ്റർ ഓൺ ഏതെങ്കിലും ഒരാൾ നമ്മളെ നോക്കിയിട്ട് ചിരിക്കാതിരിക്കുകയോ ചെയ്താലും നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കും, അതിപ്പോൾ എന്നെ നോക്കി ചിരിച്ചേ, അതെന്താ എന്നെ നോക്കി ചിരിക്കാതിരുന്നേ. അത് ഒരു ഭീകര സാധനമാണ്. മനസ്സിലായില്ലേ? കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏജിൽ അവൻ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ അവനത് ഇവൻ വന്നിട്ട് എയർ പോയതാണോ, ഇവൻ്റെ എന്തെങ്കിലും കോണ്ടന്റ് പോയതാണോ, അല്ല, ഇന്ന ഈ അച്ഛൻ ഫാക്ടറും ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇവനിത് ഡെഫിനറ്റ്ലി ഞാൻ പറയാ, ഒരാൾ ഇത്രത്തോളം ഇൻട്രോവേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടർ ആ ഒരു സാധനം ഉണ്ടായിരിക്കും. കാരണം 4 ആളെ ഇറങ്ങാൻ ഒരു പ്രശ്നം കാണൂടി. ഇറങ്ങുമ്പോൾ നമ്മൾ ഇത് എന്താണ്, അവർ നമ്മളോട് സ്നേഹമാണോ കാണിക്കുന്നേ, പുച്ഛമാണോ കാണിക്കുന്നേ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ? മനസ്സിലായോ? അതാ ഞാൻ ആ ബിഷപ്പിൻ്റെ കേസിലടക്കം വന്ന് പറഞ്ഞ്, അനാവശ്യമായിട്ട് ഒരു 10-21 വയസ്സുള്ള ഒരു ചെക്കൻ ഒരു തെറ്റ് സംഭവിച്ചു, ആ തെറ്റവൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് വീണ്ടും അവനെ വീണ്ടും പറഞ്ഞ് ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഇവൻ ഈ സൊസൈറ്റിയിൽ എങ്ങനെ ഇറങ്ങി നടക്കുന്ന ആളെ, എത്ര സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ ടഫാണ് ഈ സാധനങ്ങളൊക്കെ. ഇത്ര ടഫാവുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബാക്കിക്ക് വലിയും. മനസ്സിലായോ? ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടാൻ പോവില്ല, ഒറ്റപ്പെട്ട് നടക്കാൻ ഇഷ്ടപ്പെടും. ഇപ്പോൾ ടീഷർട്ടിൻ്റെ പേര് തന്നെ ഒരു സിംബോളിക് ആയിട്ടാണ് തോന്നുന്നു ഈ പയ്യൻ ഒറ്റയാന്ന് കൊടുത്തത്. കുറേ മീനിങ് ഉണ്ട് ഒറ്റയാൻ. ഒറ്റപ്പെട്ട് നടക്കുക ഇൻ ദ സെൻസ് സ്ട്രോങ് അല്ല എന്നല്ല, സ്ട്രോങ് ആണ്. നാളെ ഒറ്റയാൻ വേണമെങ്കിൽ പാക്ക് ഓഫ് ദ ലീഡർ ആവാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു എന്താ പറയുക, ഭയങ്കര വിയേർഡാണ് മാൻ ആ സെൻസ്. അതൊക്കെ ഓവർകം ചെയ്യാൻ നല്ല മെൻ്റൽ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും വേണം. ഇന്നിപ്പോൾ ഈ മച്ചാൻ്റെ പോഡ്കാസ്റ്റിൽ വരുമ്പോൾ കിച്ചുവിന് ഒരുപാട് മാറ്റം വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ബോഡി ലാംഗ്വേജ് മാറി, സംസാരിക്കുന്നതിൻ്റെ കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ട്. കാരണം സ്വന്തമായൊരു ബിസിനസ് തുടങ്ങി, അതും അച്ഛൻ്റെ പേരിൽ ക്യാഷ് ഇൻ ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പ് അല്ല, സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കോൺഫിഡൻസ് ഉണ്ട്. അത് സ്വന്തം അച്ചീവ് ചെയ്ത കോൺഫിഡൻസ് ആണ്. ദാറ്റ്സ് ഗുഡ്.
അച്ഛൻ പോയ ടൈമിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വീഡിയോസിലെ കൂടെ ഒക്കെ കാണുന്നു, നമ്മള് ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്നു, കൂടെ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ അവരൊക്കെ ഉണ്ടോ കൂടെ? ഇല്ല ഇല്ല. വിളിക്കാറോ അന്വേഷിക്കാറൊന്നുമില്ല? ഇല്ല, ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടും. ലക്ഷ്മി ചേച്ചി വല്ലതും ഒക്കെ മെസ്സേജ് ഇടും, അതൊക്കെ ഉള്ളു. അങ്ങനെ ആരും ഒന്നും ഉണ്ടാവാൻ പോണില്ല. അതിപ്പോൾ ആരാ ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും കാണുമോ? ഭയങ്കര റെയറാണ് അങ്ങനത്തെ ഒക്കെ ആളുകളെ നമുക്ക് ലൈഫിൽ കിട്ടുക എന്നുള്ളത്. അതായത് നമ്മളെ എപ്പോഴും നമ്മളെ സ്വന്തം പോലെ നോക്കി നടക്കുന്ന നമ്മുടെ സ്വന്തക്കാരുടെ ഫ്രണ്ട്സ്, അതൊക്കെ റെയർ ഓഫ് ദ റെയറസ്റ്റ് ഇൻസിഡൻസ് ആണ്. മനസ്സിലായി? ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ദിലീപിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചിൻ ഇനീഫേൻ്റെ കേസിൽ. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ ജീവിതത്തിൽ ഒരാൾക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഒരു ഫാമിലിക്ക് കിട്ടും, അല്ലെങ്കിൽ വ്യക്തിക്ക് കിട്ടും എന്നല്ലാതെ എല്ലാവർക്കും എപ്പോഴും എല്ലാവരും ബിസിയാണ്, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മളെപ്പോഴും നോക്കണമെന്നില്ല, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. അച്ഛൻ്റെ ഫ്രണ്ട്സാണ് അവർ അവരുടെ ഏജും കാര്യങ്ങളും അച്ഛനായിട്ട് അങ്ങനെ അവരങ്ങനെ കണക്റ്റഡ് ആണ്. എന്നിപ്പോൾ അവർക്കും ഫാമിലിയും മക്കളും കുട്ടികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർ അത്രയും വെൽ ഓഫ് ആയിരിക്കണം ചിലപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ മെൻ്റലി സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ വെൽബീയിങ്ങിലായിരിക്കണം. ദെയർ ആർ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ ലക്ഷ്മി നക്ഷത്രം മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ്സ് എ ഗുഡ് തിങ്. ലക്ഷ്മി നക്ഷത്രയെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് ദിസ് ഈസ് എ നൈസ് തിങ് ടു ഹിയർ. ലക്ഷ്മി നക്ഷത്ര മെസ്സേജ് അയക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ്. മോനെ ഒരു വിളിക്കാറോ വല്ലതും ഉണ്ടോ? ഇല്ല, ഇപ്പം അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല. ജസ്റ്റ് ഇതിൽ ഇടയ്ക്കൊക്കെ വല്ല മെസ്സേജ് ഇടും, അങ്ങനെയൊക്കെ ഉള്ളൂ. വലിയായിട്ടൊരു കോണ്ടാക്ട് ഇല്ല ഇപ്പം. ശരിക്കും ശിവനെ നമ്മൾ ഈ കാണും പോലെ ഒന്നും അല്ലല്ലേ? എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാ, അതായത് ഒരു 2 മാസമൊക്കെ സംസാരിക്കാതിരുന്ന ടച്ച് അങ്ങ് വിടും. ഉറപ്പായിട്ടും തേക്കുമല്ലേ നീ എന്നെ? പിന്നെ ഉറപ്പായിട്ടും ഞാൻ തേക്കും. അതങ്ങനെയാണ് ആ സംഭവം. എന്താണ്? എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് വർഷങ്ങളോളം വിളിക്കാത്ത ഫ്രണ്ട്സിനെയൊക്കെ പിന്നെ വിളിക്കുമ്പോൾ അത് ഫ്രണ്ട്സ് അല്ലേ? ആ ഫ്രണ്ട്സ് അതിപ്പം ചില എനിക്കും കൂട്ടുകാരുണ്ട്, ഡെയിലി വിളിക്കത്തില്ലായിരിക്കും, പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഒരു. അപ്പൊ അച്ഛൻ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ലേ? അച്ഛനെ കാണാം, അച്ഛൻ്റെ ആയിട്ടുള്ള എൻ്റെ അടുത്ത് ഒരു ഇത് കാണത്തില്ലെന്നായിരിക്കും ചിലപ്പം. കാണത്തില്ല എന്നല്ല കേട്ടോ, അവർക്ക് അവരുടെ ആയിട്ടുള്ള തിരക്ക് കാര്യങ്ങൾ കാണും. അച്ഛന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ്? ഇപ്പൊ നമ്മുടെ ജെയിനെ പറഞ്ഞ പോലെ. ചേച്ചിത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഞാനായിരിക്കും. ആണോ? അത് കഴിഞ്ഞ അച്ഛന്റെ വേറെ സെലിബ്രിറ്റി ഫ്രണ്ട്സ് അങ്ങനെ വല്ല? മമ്മൂക്കനോടോ സ്റ്റാർ മാജിക്കില് എല്ലാവരും അച്ഛനും അങ്ങനെ ഒരാളില്ല. അച്ഛന് എല്ലായിടത്തും അച്ഛൻ ഒരുപോലെ ഒരു, അല്ലാതെ ഈ പുള്ളിയെടുത്ത് ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇല്ല, എല്ലായിടത്തും ഒരുപോലെ നിൽക്കുക. അഗെയിൻ ഞാൻ പറഞ്ഞു, അമ്മയുടെ കാര്യം ചോദിച്ചപ്പോഴും അവൻ നൈസായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോയി. അവൻ്റെ ആ സൈഡ് പറഞ്ഞു, അപ്പുറത്ത് രേണുവിൻ്റെ സൈഡും പറയുന്നുണ്ട്. മനസ്സിലായി? 2 പേർക്കും സാരമായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്, സാരമായ പ്രശ്നങ്ങൾ ഒരാളിടയിൽ നിന്ന് പറഞ്ഞു തീർക്കാത്തതായിട്ടുള്ള വിഷയങ്ങളുണ്ട് അവർക്ക് 2 പേർക്കും. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റാന്നുള്ളത് ക്യാഷ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുള്ളത് കൊണ്ട് അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഫൈൻ. അപ്പോൾ ഞാനെപ്പോഴും പ്രതീക്ഷിക്കുന്നത് എൻഡ് ഓഫ് ദ ഡേ അമ്മ മകൻ, അമ്മ മക്കൾ, അച്ഛൻ അമ്മ മക്കൾ ബന്ധം, അതാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിലനിന്ന് പോകേണ്ട ഒരു സാധനം തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ റെഡി ആവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രമേ പോകാൻ പറ്റൂ. പിന്നെ എല്ലാം ഒരു ഹോപ്പാണ്. ഒരാളുടെ മനസ്സിനകത്തുള്ള ട്രോമ എത്ര പെട്ടെന്ന് മാറും നമുക്ക് പറയാൻ പറ്റില്ല. അത് ചെയ്യാൻ എന്താ ആവശ്യം എന്നുള്ളത് അയാൾക്കേ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? കിച്ചുവിൻ്റെ മനസ്സിൽ ഹീൽ ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ഹീലാവും എന്നുള്ളത് കിച്ചുവിന് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് വേറെ ആൾ ഷെയർ ചെയ്താൽ മാത്രമേ വേറെ ആൾക്കത് മനസ്സിലാവും. ഹോപ്പ്ഫുള്ളി രേണുവും കിച്ചുവും തമ്മിലുള്ളതൊക്കെ ഫ്യൂച്ചറിൽ റെഡി ആയാലാവട്ടെ, അത്രേ പറയാനുള്ളൂ. അങ്ങനെ വല്ല ആവോ? ഇനി എന്താണ് അടുത്ത വർഷം ആവുമ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണൊന്ന് ആരും ഇറക്കി വിടാൻ പോരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. കൊല്ലമാണ് വീട് സേഫ് ആയിട്ട് നിൽക്കാൻ. കൊല്ലം എന്ന് പറയുമ്പോ കൊല്ലത്ത് എനിക്ക് എവിടെ വേണേലും സേഫ് ആയിട്ട് വെക്കാം, കൂട്ടുകാരുള്ളതുകൊണ്ട്. അതൊരു ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് എവിടെ വേണേലും നിൽക്കാം അവിടെ. കൊല്ലത്തെവിടാ വീട്? ഈ പറഞ്ഞത് ഭയങ്കര വലിയൊരു സാധനമാണ്. അതായത് ഒരുപാട് പേരുടെ കരുതലും സ്നേഹവുമാണ് കിച്ചുവിനും ഋതപ്പനും ആ വീട്. എന്നാൽ ആ വീട് ചുറ്റിപ്പറ്റി ഉണ്ടായ കോൺട്രവേഴ്സീസ്, ഈ അടുത്ത് പോലും വീട് തന്ന വ്യക്തി പറഞ്ഞ കുറേ വാക്കുകൾ, അതിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷനാണ് അവൻ്റെ വാക്കുകൾ കേട്ടത്. കിച്ചുവിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലം, അതൊരു വാശിയാണ്. ആ വാശി വേണം. ഞാൻ പറയുമ്പോൾ ആ വാശി തന്നെ വേണം, ഉണ്ടാക്കണം.
നേടണം. മനസ്സിലായോ? അതങ്ങനെയാണ്. ഒരു ഔദാര്യത്തിൻ്റെ നിഴൽ എപ്പോഴും അതിങ്ങനെ നിൽക്കും. അതെല്ലാവരും ചോദിച്ചു പോകണമെന്നില്ല. ചിലപ്പോൾ കൊടുത്തവരാരും ചോദിക്കില്ല, ചിലർ ചോദിക്കും. ഇപ്പം 100 പേര് കോൺട്രിബ്യൂട്ട് ചെയ്തു, 99 പേരും ആ കോൺട്രിബ്യൂഷനെ കുറിച്ചൊന്നും ചോദിച്ചില്ല, അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാലും ഒരുത്തം വന്ന് ചോദിച്ചാൽ മതി, ചെറിയ തോണ്ടിയിട്ട്, എന്ത് നിങ്ങൾക്ക് അന്ന് ഞാൻ തന്നില്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ 99 പേരുടെയും വോയിസ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും. മനസ്സിലായോ? ഇപ്പം എനിക്ക് 100 പേര് സഹായം ചെയ്തു, 99 ആളും ഒന്നും ചോദിച്ചില്ല. ഒരുത്തം വന്നിട്ട് എന്നോട് ചോദിക്കും ഞാൻ എന്നെ സഹായിച്ചല്ലോ, ഈ അങ്ങനെ പറയും ഇങ്ങനെ പറയും, ഈ എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മളെ മുകളിൽ ഡിക്റ്റേറ്റർഷിപ്പ് തുടങ്ങിയ നമുക്ക് ശരിക്കും ആ ഒരു ശബ്ദം ബാക്കി 99 ആളുടെ ശബ്ദമായിട്ട് തോന്നും. ആ 99 ആൾ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടാവില്ല, ബട്ട് സ്റ്റിൽ ഇവൻ്റെ ഒരു ശബ്ദം കൊണ്ട് ബാക്കി എല്ലാവരും പറയുന്ന പോലെ തോന്നി. നമുക്ക് നമ്മുടെ ഉള്ളിൽ വേണ്ടിയിരുന്നില്ല, എന്തിന് ഞാൻ കൈ നീട്ടി, അങ്ങനെ ഒരു സഹായം എനിക്ക് എന്തിനു കിട്ടി, ഞാൻ എന്തിനു ഉപയോഗിച്ചു, എനിക്ക് സ്വന്തമായി നേടണം, അത് വരും. കിച്ചുവിനൊക്കെ എന്താണെങ്കിലും ആ ഒരു സാധനം ഡെഫിനറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവനെ വീടിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞത്. അതിന് അവനെ ബ്ലെയിം ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഫ്യൂച്ചറുണ്ട്, മുന്നിൽ ബിസിനസ് ഓപ്ഷൻസ് ഉണ്ട്, സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, നല്ല പടം കിട്ടിയാൽ ചെയ്യണം, അതാണ് വേണ്ടത്. ബിൽഡ് ചെയ്യണം, സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്നതിൻ്റെ സുഖം വേറെ ഒന്നിനുമില്ല. അനിയനെ പറ്റി പറ കേക്കട്ടെ. സൂപ്പറാണ്. ഞാൻ ചെല്ലുമ്പോഴാണ് കൂടുതലായിട്ടും ഇതാവുക. അപ്പോഴത്തേക്ക് എനിക്ക് എന്നെ കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിരിക്കണം. അപ്പം അവനെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ചെല്ലുന്നൊരു ദിവസം എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും. മാക്സിമം വ്ളോഗിൽ കൂടെ കാണുന്നുണ്ട്. അത് തന്നെയാണ് അതിൽ നടക്കുന്നത്. സാധനം മേടിച്ചു കൊടുക്കുക, ടോയ് മേടിച്ചു കൊടുക്കുക, ഫുഡ് തന്നെ. അച്ഛൻ ഷൂട്ടിന് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സംഭവങ്ങളിത്. വന്നു കഴിഞ്ഞാൽ നേരെ ഇവനായിട്ട് കടയിൽ പോവും, ഇവന് വേണ്ടിയിട്ടുള്ള മിഠായി ടോയ്സ് അതെല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരും. ആ ഒരു അതിപ്പം എനിക്കത് കൊണ്ടുപോകണമെന്നുണ്ട്. അച്ഛന്റെ ഓർമ്മകളും എല്ലാം കുഞ്ഞായിരിക്കത്തില്ല, അറിയില്ല, കാണുമായിരിക്കും ചിലപ്പോ. എന്നാലും ഇത് തന്നെ ഡെയിലി കേട്ടോണ്ട് പോകുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ അതിനകത്ത്. ഋതപ്പന്റെ കാര്യമാണ് കിച്ചു എഗെയിൻ പറയുന്നത്. ഋതപ്പന്റെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞേ, അതൊക്കെ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ബന്ധങ്ങളായിട്ട് തന്നെ ലാസ്റ്റ് വരൂടെ. അത് എങ്ങനെ മാറിപ്പോയാലും അത് ലൈഫാണ്, അതിങ്ങനെ ലൂപ്പ് പോലെ കറങ്ങും. ശരിക്കും കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് മുമ്പ് കിച്ചുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2 ബ്രദേഴ്സ് ഉണ്ട് കിച്ചുവിന്. എന്തൊക്കെ പറഞ്ഞാലും ബയോളജിക്കൽ മദറിൽ വേറൊരു കുട്ടിയുണ്ട്, വേറൊരാൾ, ബട്ട് സ്റ്റിൽ അമ്മയുടെ കുട്ടിയാണ്. കിച്ചുയുടെ ബ്രദറായിട്ട് വരും. രേണുയുടെ സുധീടിയും മോൻ എഗെയിൻ ഋതപ്പനും കിച്ചുവിൻ്റെ ബ്രദറാണ്. ആ ബന്ധങ്ങളൊക്കെ അവിടെ നിൽക്കും. എനിക്ക് തോന്നുന്നത് മക്കൾ തമ്മിലൊന്നും അങ്ങനത്തെ ഒരു സീൻ, കാരണം ഈ സോഷ്യൽ മീഡിയ ഫൈറ്റോ അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ഈ പറഞ്ഞ കണ്ടന്റ് മിൽക്കിംഗ് അതൊന്നും ആ ബന്ധങ്ങളിലേക്ക് പോകും തോന്നുന്നില്ല. മക്കളെ ബന്ധങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കണം. ഫ്യൂച്ചറിൽ ഇതൊക്കെ ഒരു തരം തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു മറക്കാൻ തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ ആയിട്ട് ഈ ഒരു ഫേസാണ് കടന്നു പോകണം. ഓക്കെ, കാരണം ഒരാൾ മറ്റൊരാൾക്ക് ഹെൽപ്പായി നിന്നിട്ടേ കാര്യമുള്ളൂ. ഋതപ്പനാണെങ്കിലും നാളുകളിൽ എന്ത് സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല. സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഏട്ടൻ്റെ കൈകൾ വേണ്ടി വരും. ഇപ്പോൾ കിച്ചു ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, ചിന്തിക്കുന്നതും അങ്ങനെ ആയിരിക്കുമല്ലോ. അതായത് സുധി ഇല്ലാത്ത സമയത്ത് ഋതപ്പന് ഒരു സുധിയുടെ സ്ഥാനത്ത് കിച്ചു ഉണ്ട്. കിച്ചുവിനാണ് ശരിക്കും ആളില്ലാത്തത്, കിച്ചുവിൻ്റെ സ്ട്രഗിളാണ് കൂടുതൽ. ബട്ട് കിച്ചുവിന് ഋതപ്പന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം സുധി എന്തായിരുന്നു അതാവുക എന്നുള്ളത്. അത് ഈ പയ്യൻ പറഞ്ഞു, അതാണ് അവൻ്റെ ക്വാളിറ്റി. അതാണ് ഞാൻ പറഞ്ഞത് കിച്ചുവിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നിയൊരു ക്വാളിറ്റി അതാണ്. അവൻ പറഞ്ഞത് കേട്ടില്ല, അച്ഛൻ എന്താണോ ചെയ്തു കൊടുത്തത് അതെനിക്ക് ഋതപ്പന് ചെയ്തു കൊടുക്കാനാണ് താല്പര്യം, അത് ഞാൻ ചെയ്തു കൊടുക്കും. അതൊരു നല്ല കാര്യമാണത്. കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. രേണു സുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത്. മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണു സുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണു സുധിയുടെ ഭാഗത്ത് നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണു സുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക്
അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ് ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നോട് കൂടിയിട്ട് ചിത്ര ഭയങ്കരമായിട്ട് ഏറെ പോയിട്ടുണ്ട്. അത് ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യൻ, അതായത് അതുലിൻ്റെ തമ്മനയിൽ വെച്ചിട്ടുള്ളൊരു ചോദ്യം തിരിച്ച് രേണുവിനോട് ചോദിച്ചതും പിന്നെ രേണു ആ ഒരു ഇൻ്റർവ്യൂവിൽ പ്രസൻറ്റ് ചെയ്ത രീതിയും, ഇത് രണ്ടുമാണ്. രേണുവിനാണെങ്കിലും കുറച്ചധികം കാലമായിട്ട് ഉണ്ടാവുന്ന ചുറ്റിപ്പറ്റി വരുന്ന ചോദ്യങ്ങളും കോൺട്രവേഴ്സീസും സൈബർ ബുള്ളിങ്ങും ഒക്കെ രേണുവിന് ഒരു പരിധി വരെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള സാധനങ്ങളായിരുന്നു. അതൊരു രോഗിയായിട്ടിരിക്കുമ്പോൾ ഞാൻ ഈ സാധനം ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അവർ നാളെ ജീവിച്ചിരിക്കുമോ, അവർക്ക് എന്ത് സംഭവിക്കും, അവരുടെ മകൻ എന്ത് സംഭവിക്കും, മക്കൾക്ക് എന്ത് സംഭവിക്കും, അങ്ങനെ തന്നെ പറയണം. അവരുടെ ലൈഫിൽ ഇനി എന്താണെന്നൊന്നും അറിയാത്ത സാഹചര്യത്തിൽ മനുഷ്യൻ സൈക്കോ ആയി പോവും, ഭ്രാന്ത് പിടിച്ചു പോകും മനുഷ്യന്. അപ്പോഴൊക്കെ കേട്ടതും കണ്ടതും ഒക്കെ ഭയങ്കര നെഗ് സാധനങ്ങളാണ്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് പൊട്ടിയത് അവരിപ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ സീരിയസ്ലി പറയുക, ഇത് അവർ ആ സാധനം കണ്ടന്റ് വിറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു അവസ്ഥയാണ്, അത് വേറൊരു അവസ്ഥയാണ്. അത് ഇനിയിപ്പോൾ എത്ര പറഞ്ഞ ആളുകൾ ഇത് ചിലപ്പോൾ പറയുമ്പോൾ ഇനി വന്നിട്ട് നീ രേണുവിനെ സപ്പോർട്ട് ചെയ്തോ താങ്ങിക്കോ എന്നൊക്കെ പറയുന്നവരോട് ഇനി വന്നിട്ട് രേണു ഒരു QR കോഡ് ഇട്ടിട്ട് സഹായം ചോദിച്ചാൽ ആരെങ്കിലും സഹായം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സഹായിക്കും ആരെങ്കിലും? ഇല്ല. അത്രത്തോളം നെഗ് അവർ തലയിലിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരാ കണ്ടൻറ്റ് വിറ്റു. അതൊരു മനുഷ്യൻ്റെ മോശമായ അവസ്ഥയാണെന്നേ ഞാൻ പറയൂ. അവരാ കണ്ടൻറ്റ് വിറ്റു. ആ ചാനൽ കുറേ കാലമായിട്ട് ചോദിച്ചു കിടക്കുന്നു, ആ ചാനലിൽ അവരത് ആ കണ്ടൻറ്റ് വിറ്റു. ചാനൽ എന്ത് ചെയ്യുക? എൻഡ് ഓഫ് ദ ഡേ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനത്തിനോട് കടിച്ചു തൂങ്ങിയിരിക്കുമോ ചാനൽ? അവർക്ക് ബിസിനസ്സാണ്, അവർക്ക് വിൽക്കേണ്ട സാധനമാണ്. അവരെന്ത് ചെയ്തു? മാക്സിമം ക്വസ്റ്റ്യൻസ് ഇട്ടു, പ്രിപ്പയർ ചെയ്തു, ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചോദിച്ചു. രേണുവിന് ഉത്തരം പറയേണ്ടതെന്നാണെങ്കിൽ രേണു നോ എന്ന് പറഞ്ഞിട്ട് പോകും. രേണുവിനും അങ്ങനത്തെ ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനം കൊടുത്താലേ അവർക്കും ഇനിയും ചിലപ്പോൾ ഏതെങ്കിലും ചാനൽ വരുമ്പോൾ ഈ പേയ്മെൻ്റൊക്കെ എന്നിട്ട് എന്തിനാ? രേണുവിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ്. അവർക്ക് നല്ല എക്സ്പെൻസ് ഉണ്ട്, മനസ്സിലാവും. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരുപാട് പേര് ചിലപ്പോൾ സഹായിച്ചു, ഇനി സഹായിക്കുന്നുണ്ടാവും. അതൊക്കെ ക്ലോസ് സർക്കിളിൽ എത്രയെന്നുള്ളൊരു കണക്കുണ്ട് അതിനൊക്കെ. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രോഗമാണ്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്ക് അവരത് സെല്ല് ചെയ്തു. അത് മേടിച്ച ചാനൽ അവർക്കും അത് വിൽക്കണം. അപ്പോൾ അത് അവർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും അതിൽ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തു. ആൻഡ് അത് ഒരുപാട് പേര് അവരും അത് മോണിറ്ററി ആക്കി എന്ത് ചെയ്തു? മോണിറ്റൈസേഷൻ ഓണാക്കി കണ്ടന്റ് ആക്കി ആസ് യൂഷ്വൽ. ഇത് സെയിം ലൂപ്പ്, ഒരേ സാധനങ്ങൾ തന്നെയാണ് കറങ്ങുന്നത്. ഇതിൽ ഒരു വ്യത്യാസവും ഇല്ല. ആ ലൂപ്പ് എന്ന് ബ്രേക്ക് ആവുമെന്നും എനിക്കറിയാൻ പാടില്ല. ആൻഡ് ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. ലൈക്ക് എനിക്ക് രേണുവിൻ്റെ സൈഡിലേക്ക് പോയിട്ട് ഒന്നും പറയാൻ താല്പര്യമില്ല. വൈ? ബിക്കോസ് ആ കണ്ടീഷൻ അവർ സഫർ ചെയ്യുന്നത്, അവരുടെ മാനസികാവസ്ഥ, അവരിലേക്ക് പോകുന്ന ഒരു തരം നെഗറ്റീവ് എനർജി, അതൊക്കെ താങ്ങിയിട്ടും അതൊക്കെ സഫർ ചെയ്തിട്ടും അവർ വീണ്ടും വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവരുടെ ഏറ്റവും മോശമായ അവസ്ഥയാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ മോശമാകുന്നത് ഫിനാൻഷ്യലി ഫിസിക്കലി ഡൗൺ ആകുമ്പോഴാണ്, അല്ലേ? അത് രണ്ടിലുമാണ്. അപ്പം പിന്നെ അവർ ജസ്റ്റ് ഇഗ്നോർ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇതിലിപ്പോൾ ചിത്രേനെ പോയി കുറേ തെറി വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ആങ്കറിനെ. ഞാൻ നോക്കുമ്പോൾ ചിത്രയൊക്കെ ഭയങ്കരമായിട്ട് എയറിലാണ്. ചിത്രേനോട് പോയിട്ട് നീ എന്തിനാ ക്വസ്റ്റ്യൻ രേണുസുതിയോട് ചോദിച്ചു എന്നൊന്നും ചോദിക്കണ്ട. അത് ചിത്ര ചോദിക്കുന്നതിന് മുമ്പ് തന്നെ രേണുസുതി ബിഗ് ബോസിലുള്ളപ്പോൾ തന്നെ ഈ പ്രഗ്നൻസി റിലേറ്റഡ് സാധനമൊക്കെ എയറിലുള്ളതാണ്. അതിന് രേണുസുതി തന്നെ പലപ്പോഴും ഉത്തരം കൊടുത്തിട്ടുണ്ട്, ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരുന്നിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ. സോ അതൊക്കെ ഓൾറെഡി എയറിലുള്ള സാധനങ്ങളാണ്. ആൻഡ് ആസ് ആൻ ആങ്കർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും എൻഡ് ഓഫ് ദ ഡേ ഇത് അരിപ്രശ്നമാണ്. ചാനൽ എന്നും പറഞ്ഞാൽ അവർ ചോദിക്കേണ്ടി വരും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആശയം നോട്ട് ഈക്വൽ ടു ആമാശയം ആമാശയത്തേക്ക് ആവാൻ ഇത് ചോദിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്ന് എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ആശയം അവിടെ ഇടും, ആമാശയം നിറയ്ക്കാൻ നോക്കും. അതൊരു മനുഷ്യൻ്റെ ബേസിക് സാധനമായിട്ട് കണ്ടാൽ മതി ഇവരുടെയൊക്കെ കേസിൽ. എനിക്ക് അല്ലാതൊന്നും പറയാനില്ല. ചിത്ര ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിത്രേനെ തട്ടി ഇഷ്ടംപോലെ ആങ്കേഴ്സിന് അവർക്ക് വേറെ കിട്ടും. അവർ വേറെ ആരെങ്കിലും ഒക്കെ പിടിച്ചൊരു ഇൻ്റർവ്യൂ കൊടുക്കും, മനസ്സിലായോ? അവർക്ക് കിട്ടിയ സാധനം അവർ ചോദിച്ചു. നോ പറയാലോ അപ്പുറത്ത്. രേണുസുതിക്ക് നോ പറയാം അല്ല, രേണുവിന് കുറേ പറയാനുണ്ടായിരുന്നു, രേണു അതാണ് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അവിടെ അത് അത്രയേ ഉള്ളൂ ആ സാധനം.
സോ ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലായിട്ട് രേണുവിൻ്റെ വിഷയങ്ങളിലേക്ക് പോകാൻ പേഴ്സണലി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അവരവരെ വഴിക്ക് പോട്ടെ, അവരുടെ രോഗം കംപ്ലീറ്റ്ലി ക്യൂർ ആവട്ടെ, മാറട്ടെ, അവർ നല്ല ഹെൽത്തി ആയി അടിപൊളിയായിട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്ന് പഴയ പോലെ എങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്ത് ജീവിച്ചത് അതുപോലെ ജീവിക്കട്ടെ. കിച്ചുവും അതുപോലെ തന്നെ ലൈഫിൽ ഇനി ബാക്കി ട്രോമാസോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാതെ അവൻ്റെ ലൈഫ് അവൻ സ്റ്റേബിളാക്കാൻ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവനെ സപ്പോർട്ട് ചെയ്യാനൊരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡായിട്ടുണ്ട്. അവൻ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അങ്ങനെ, സിനിമയാണെങ്കിൽ അങ്ങനെ, ബിസിനസ് ആണെങ്കിൽ അങ്ങനെ. കാരണം അവൻ്റെ ലൈഫ് അത്ര ഈസി അല്ല. ഓക്കെ, ആരുടെ ലൈഫ് ഈസി അല്ല, പക്ഷേ അവൻ്റെ ലൈഫ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ആ ഗ്രാഫ് നിങ്ങൾ എടുത്ത് നോക്കണം. മനസ്സിലായോ? ഒരു ഇത്ര പോകുന്നൊരു കുട്ടിക്ക് ആദ്യം അമ്മ പോയി, പിന്നെ അച്ഛൻ 2 അമ്മമാരെ കൊണ്ടുവരുന്നു, പിന്നെ അവൻ്റെ ലൈഫിൽ അച്ഛൻ പോകുന്നു. മനസ്സിലായോ? പിന്നെ അവൻ്റെ വളർച്ചയുടെ സ്റ്റേജ് മൊത്തം സോഷ്യൽ മീഡിയ ഇരുന്ന് വെട്ടിക്കീറുന്നു. ഒന്നും പറയാനില്ല. സോ കിച്ചു സ്ട്രോങ് ആയിട്ട് പോവുക, രേണു സുധിയും സ്ട്രോങ് ആയിട്ട് പോവുക. വേറൊന്നും ഇല്ല ഇതിനകത്ത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.